ആലപ്പുഴ പുന്നപ്രയിലേക്ക് പോകാം. ആലപ്പുഴ പുന്നപ്ര കൊലപാതകത്തിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. സംഭവസ്ഥലത്ത് എത്തിച്ചാണ് തെളിവെടുക്കുന്നത്. അമ്മയുടെ സുഹൃത്ത് ദിനേശനെ കിരൺ ആസൂത്രിതമായാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശരത് എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത് എസ് ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ്. അരുൺകുമാർ, നിലവിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. രാവിലെയായിരുന്നു പ്രതി കിരണിനെ ഈ സംഭവം കൊലപാതകം നടന്ന വീടിന് സമീപത്തെത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ ആരംഭിച്ചത്. ഇന്നലെ രാത്രിയും വൈകിയും ഇവിടെ തെളിവെടുപ്പ് തുടർന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ ഉപയോഗിച്ച കമ്പിയുടെ ഒരു ഭാഗം ഈ വീടിന് മുൻവശത്തെ പറമ്പിലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് കിരൺ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിവരെ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ രാവിലെ വീണ്ടും പ്രതിയെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും ഈ കൊലപാതകം നടത്തിയത് അത് വർഷങ്ങൾ നീണ്ട പക ഈ ദിനേശനുമായി ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 4 വർഷം മുമ്പ് പ്രതി കിരണും ഒപ്പം ദിനേശനും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അതിൽ 4 വർഷം മുമ്പ് ദിനേശൻ പ്രതി കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് സഹകരണ ആശുപത്രിയിലൊക്കെ തന്നെ ചികിത്സ തേടിയതുമാണ്. പക്ഷേ നിയമ നടപടിയിലേക്ക് ആ ഘട്ടത്തിൽ പോയിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ പുതുവർഷത്തിൽ പോലും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യം, പലതവണ ദിനേശനുമായി കിരണും ദിനേശനുമായി തർക്കമുണ്ടായതാണ്. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകത്തിലേക്കും കാര്യങ്ങൾ എത്തിയത്. വെള്ളിയാഴ്ച രാത്രി ദിനേശൻ വരുമെന്ന് ഉറപ്പായ സമയത്താണ് വീടിന് പുറകുവശത്ത് ഈ ഒരു കെണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ ദിനേശൻ കൃത്യമായ കെണിയിൽ വീഴുകയും ചെയ്തു. അങ്ങനെയാണ് ദിനേശൻ മരണപ്പെടുകയും ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ 3 പേരെയും കേസിൽ, അതായത് പ്രതി കിരണിനെയും കിരണിന്റെ മാതാവ് അശ്വമ, അതേപോലെ തന്നെ പിതാവ് കുഞ്ഞുമോൻ എന്നിങ്ങനെ 3 പേരെയും ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ കൊലക്കുറ്റത്തിനാണ് 3 പേരെയും കേസെടുത്തിരിക്കുന്നത്. 3 പേരും ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. നിലവിൽ ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായ ശേഷം ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോടുകൂടിയോ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ പ്രധാനമായും ഈ പ്രതി കിരണിനൊപ്പം തന്നെ കുഞ്ഞുമോനും കൊലപാതകത്തിൽ, അതായത് കൊലപാതക ശേഷം മൃതദേഹം ഉപേക്ഷിക്കാൻ ഉൾപ്പെടെ കുഞ്ഞുമോനും പ്രതി കിരണും ചേർന്നാണ് മൃതദേഹം വീട്ടിൽ നിന്ന് തൊട്ട് സമീപമുള്ള പാടശേഖരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞുമോനും കൊലപാതകത്തിൽ പങ്കുണ്ട്. ഒപ്പം അമ്മ അശ്വമ്മയ്ക്കും പങ്കുണ്ട്. അമ്മയുടെ പങ്ക് പറയുന്നത്, അതായത് ഈ കൊലപാതക വിവരം അറിഞ്ഞിട്ട് അത് പുറത്തു പറയുകയോ അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കുകയോ കൃത്യമായ നടപടികളൊന്നും സ്വീകരിക്കാതെ അത് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ തന്നെ പ്രചരണങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അമ്മയ്ക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അങ്ങനെ 3 പേർക്കെതിരെയും കൊലക്കുറ്റത്തിന് തന്നെയാണ് കേസുള്ളത്. നിലവിൽ ഈ പറഞ്ഞതുപോലെ ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കുക. ഇന്ന് ഉച്ചയോടുകൂടിയോ അല്ലെങ്കിൽ വൈകിട്ടോടുകൂടിയോ ഇവർ 3 പേരെയും കോടതിയിൽ ഹാജരാക്കും. ഓക്കെ, ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതി കിരണുമായിട്ടുള്ള തെളിവെടുപ്പ് നടക്കുകയാണ്. ഷോക്കടിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു കമ്പിയുടെ ഒരു ഭാഗം ആ ഭാഗത്ത് വലിച്ചെറിഞ്ഞു. ആ ഭാഗത്ത് ആ കമ്പി നോക്കുകയാണ്. അല്പസമയം മുമ്പാണ് കിരണിനെ തെളിവെടുപ്പിനായി സ്ഥലത്തേക്ക് എത്തിച്ചത്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് അമ്മയുടെ ആൺ സുഹൃത്തിനെ ഷോക്കടിപ്പിച്ചു കൊല്ലാൻ പ്രതി തീരുമാനിച്ചത്. ഈ വിവരം പിന്നീട് അമ്മയോട് പറഞ്ഞു. അമ്മയടക്കം അത് മറച്ചുവെച്ചു എന്നുള്ളതുകൊണ്ട് ഈ കിരണിന്റെ രക്ഷിതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്.